നഴ്സിംഗ് പ്രവേശനത്തിൽ മെറിറ്റ് സീറ്റുകളിൽ അട്ടിമറി നടന്നെന്ന് തെളിഞ്ഞിട്ടും നടപടിയെടുക്കാതെ സർക്കാർ നീങ്ങുന്നു. കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിന് സീറ്റ് ഉയർത്തിയത് നഴ്സിംഗ് കൗൺസിൽ സർക്കാരിനെ അറിയിക്കാൻ വൈകി. സർക്കാർ നിർദ്ദേശിക്കും മുമ്പ് മാനേജ്മെന്റിന് നഴ്സിംഗ് കൗൺസിൽ ഫീസും നിശ്ചയിച്ചു കൊടുത്തു. നടന്നത് വൻ അട്ടിമറിയെന്ന സൂചന. 24 എക്സ്ക്ലൂസീവ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം നിന്ന് ചേരും. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാറും. ആദ്യം ഉമേഷിലേക്ക്. ഗുഡ് മോർണിംഗ് ഉമേഷ്. യഥാർത്ഥത്തിൽ ഈ മേഴ്സി കോളേജിൽ നടന്നത് തീർച്ചയായിട്ടും അതൊരു സെൽഫ് ഗവർണിംഗ് കോളേജാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാശ്രയ കോളേജ് ആയതുകൊണ്ട് തന്നെ 50% മാനേജ്മെൻറ്റും 50% സർക്കാരിനും അത് ലംഘിക്കപ്പെട്ടു എന്നാണ് ഉമേഷിൻ്റെ കണ്ടെത്തൽ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് പക്ഷേ ആരോഗ്യവകുപ്പ് ഇത് അറിയുന്നത് എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതായത് നഴ്സിംഗ് കോളേജിന് 30-ാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്യാനിരിക്കെ 27-ാം തീയതി തിടുക്കപ്പെട്ട് നഴ്സിംഗ് കൗൺസിൽ 30 സീറ്റ് അധികമായി അനുവദിക്കുന്നു. സാധാരണ ഒരു നഴ്സിംഗ് കോളേജിൽ, സ്വാശ്രയ കോളേജിൽ സീറ്റുണ്ടെങ്കിൽ അതിൽ 50% സീറ്റ് സർക്കാർ മെറിറ്റിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ സർക്കാർ മെറിറ്റിൽ LBS തയ്യാറാക്കിയ ലിസ്റ്റിൽ നിന്ന് വേണം എടുക്കാൻ. 50%-ൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കും, അതിൽ നിന്നും എടുക്കണം. ഇതാണ് നിയമം. പക്ഷേ അത്തരത്തിലൊരു നടപടി ഇവിടെ ഉണ്ടായില്ല. സാധാരണ പഠിച്ച് മെറിറ്റ് ലിസ്റ്റിൽ കയറിയ 15 വിദ്യാർത്ഥികൾക്ക് മേഴ്സി കോളേജിൽ അഡ്മിഷൻ നടത്താൻ കഴിഞ്ഞില്ല, അഡ്മിഷന് കയറാൻ കഴിഞ്ഞില്ല. കാരണം 27-ാം തീയതി തിടുക്കപ്പെട്ട് 30 സീറ്റ് വർദ്ധിപ്പിച്ച് മേഴ്സി കോളേജിന് നൽകുന്നു. ആ അറിയിപ്പ് നഴ്സിംഗ് കൗൺസിൽ സർക്കാരിനെ അറിയിച്ചില്ല. പകരം മാനേജ്മെന്റിനെ അറിയിച്ചു. മാനേജ്മെന്റിന് ഫീസ് നിശ്ചയിച്ച് നൽകേണ്ടത് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയാണ്. അവരെയും അറിയിച്ചു. അവർ ആ 15 സീറ്റിലുള്ള നടപടികളെല്ലാം കൃത്യമായി പൂർത്തിയാക്കുകയും 28, 29, 30 തീയതികളിലായി അവരുടെ അഡ്മിഷനുകളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. അഡ്മിഷൻ പൂർത്തിയാക്കേണ്ട 30-ാം തീയതി സർക്കാർ മെറിറ്റിൽ നിന്നുള്ള ഒരു നിർദ്ദേശവും വരാത്ത സാഹചര്യത്തിൽ ബാക്കിയുള്ള 15 സീറ്റ്, അതായത് സർക്കാർ മെറിറ്റിലെ സാധാരണ വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട 15 സീറ്റിലെ അഡ്മിഷനും മേഴ്സി കോളേജ് സ്വന്തം നിലയിൽ നടത്തി പൂർത്തിയാക്കി. അതായത് അനുവദിച്ച് നൽകിയ അല്ലെങ്കിൽ കൂട്ടി നൽകിയ 30 സീറ്റും മേഴ്സി കോളേജ് സ്വന്തം നിലയിൽ അഡ്മിഷൻ പൂർത്തിയാക്കി. സാധാരണ പഠിച്ച് മെറിറ്റിൽ കയറിയ വിദ്യാർത്ഥികൾക്ക് ആ സീറ്റുകൾ നഷ്ടമായി. ഇതിൻ്റെ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷമായി ഈ BSc നഴ്സിംഗ് കോഴ്സിന് വലിയ ഡിമാൻഡാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം അവരുടെ ഏറ്റവും പ്രധാന പ്രൊഫഷനായി ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് നഴ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലടക്കം 15 ലക്ഷത്തോളം രൂപ തലവരി പണം അടക്കം നൽകിയാണ് BSc നഴ്സിംഗിന് കയറുന്നത്. അത്തരത്തിൽ വലിയ തുക ഇപ്പോൾ BSc നഴ്സിംഗിന് വാങ്ങുന്നുണ്ട് ഈ തലവരി പണമായിട്ടെല്ലാം. പക്ഷേ കേരളത്തിൽ അത്തരം ഇടപാടുകളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ ക്രമീകരണങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ആ ക്രമീകരണങ്ങളെല്ലാം 3 ദിവസം കൊണ്ട് അട്ടിമറിച്ചു. 3 ദിവസം കൊണ്ട് അട്ടിമറിച്ചിട്ട് മാനേജ്മെന്റ് സീറ്റിലും ആ ഒരു കൃത്യമായ മെറിറ്റ് പാലിച്ചില്ല. സർക്കാർ മെറിറ്റ് LBS നൽകേണ്ടതാണ്. LBSൽ നിന്നുള്ള ലിസ്റ്റും അവർ പരിഗണിച്ചില്ല. ഇതിൻ്റെ ഫലം എന്നുള്ളത് 50%-ഓളമുള്ള 15 സീറ്റ്. ഈ 15 സീറ്റിൽ സാധാരണ വിദ്യാർത്ഥികൾ കാത്തിരുന്ന അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി കാത്തിരുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം നഷ്ടമായി. LBSൽ നിന്നുള്ള ലഭിക്കുന്ന വിവരം, ഇവർ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം 29-ാം തീയതി രാത്രി 12 മണി വരെ ഓഫീസിൽ കാത്തിരിക്കുകയാണ്. കാരണം സർക്കാരിൻ്റെ ഉത്തരവ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ. എന്നിട്ടും ഉത്തരവ് വന്നില്ല. കാരണം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല. മാനേജ്മെൻറ്റിന് അനുകൂലമായുള്ള നിലപാട് സ്വീകരിച്ച് മൗനം പാലിച്ചു. ഈ വിവരം പുറത്തു വന്ന ശേഷവും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി എടുക്കാനും ഇപ്പോഴും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ഒരു വിശദീകരണം ചോദിക്കാൻ പോലും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ആരോഗ്യവകുപ്പ് മൗനം തുടരുകയാണ്. ഔദ്യോഗികമായ ഒരു വിശദീകരണം ചോദിക്കുമ്പോൾ 24 ഈ വാർത്ത പുറത്തു വിടുമ്പോഴാണ് ഇക്കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. 30 സീറ്റ് കൂട്ടി നൽകിയത് നഴ്സിംഗ് കൗൺസിലാണ്. 30 സീറ്റ് കൂട്ടി നൽകിയത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് 3 ദിവസം മുൻപ്. അക്കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള അനൗദ്യോഗികമായ വിശദീകരണമാണ് നൽകുന്നത്. എന്തായാലും അർഹരായ 15 വിദ്യാർത്ഥികളുടെ സീറ്റ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മാനേജ്മെന്റ് കോട്ടയിൽ അതിലും കൃത്യമായി മെറിറ്റ് പാലിക്കണം. പക്ഷേ മാനേജ്മെന്റ് അസോസിയേഷനിൽ അപേക്ഷിച്ചവരിൽ നിന്നാണ് ആ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ആ മെറിറ്റ് ലിസ്റ്റും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. മാനേജ്മെന്റ് അവർക്ക് തോന്നുന്ന 30 പേർക്ക് അഡ്മിഷൻ നൽകി അഡ്മിഷൻ ക്ലോസ് ചെയ്തു. 30-ാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്ത് ഈ റിപ്പോർട്ട് ആരോഗ്യ സർവകലാശാലയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. SKN. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഉമേഷാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുള്ളത്.